ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇന്നും അനവധി ചോദ്യങ്ങൾ ഉയർത്തുന്നൊരു പേര് സുഭാഷ് ചന്ദ്രബോസ്. ജനങ്ങൾ അദ്ദേഹത്തെ നേതാജി എന്ന് വിളിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ഒരു സാധാരണ രാഷ്ട്രീയ നേതാവായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണത്തെ നേരിട്ട് വെല്ലുവിളിച്ച, അധികാരത്തെ ഭയക്കാത്ത അതിശക്തമായൊരു വ്യക്തിത്വം. അദ്ദേഹം ഉയർന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവിടെ തന്നെ അദ്ദേഹം വളരെ വേഗത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഉടൻ സ്വാതന്ത്ര്യം, ശക്തമായ പോരാട്ടം, സായുധ പ്രതിരോധം. ഇത് കോൺഗ്രസ്സിലെ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കി. ചരിത്രം രേഖപ്പെടുത്തുന്നത് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി ഗുരുതര ഭിന്നത ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി. സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചത് സ്വാതന്ത്ര്യം അഭ്യർത്ഥിച്ച് നേടാനാവില്ല, അതിന് പോരാടണം. കോൺഗ്രസ് ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം രൂപീകരിച്ചത് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒരു നേരിട്ടുള്ള ഭീഷണിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി INA ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ജനപ്രിയ മുദ്രാവാക്യങ്ങളിലൊന്നായിരുന്നു ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. അദ്ദേഹം ഒരു വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു. 1945 ഇവിടെ നിന്നാണ് നേതാജിയുടെ കഥയുടെ ഇരുണ്ട അധ്യായം തുടങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടം. അധികൃത റിപ്പോർട്ടുകൾ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് ഒരു വിമാനാപകടത്തിൽ മരിച്ചു. സ്ഥലം തൈഹോക്കു, ഇന്നത്തെ തൈപ്പായ്. അധികൃതരുടെ കഥകൾ ഇങ്ങനെയായിരുന്നു: വിമാനം തകർന്നു, ഗുരുതരമായി പൊള്ളലേറ്റു, ആശുപത്രിയിൽ മരിച്ചു. ചരിത്ര പുസ്തകങ്ങളിൽ ഇത് രേഖപ്പെടുത്തി. പക്ഷേ സംശയങ്ങൾ ആരംഭിച്ചു. ഇവിടെ നിന്നാണ് യഥാർത്ഥ രഹസ്യം തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഒരിക്കലും ഇന്ത്യയിൽ എത്തിയിട്ടില്ല. DNA തെളിവുകളില്ല. ആ കാലത്ത് സ്ഥിരീകരണവും നടന്നിട്ടില്ല. കാലക്രമേണ വ്യത്യസ്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ചിലർ അദ്ദേഹത്തെ റഷ്യയെ കണ്ടായി പറഞ്ഞു, ചിലർ അദ്ദേഹത്തെ ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു, ചിലർ രഹസ്യ തടങ്കൽ കഥകൾ പറഞ്ഞു. ഇന്ത്യ സർക്കാർ വിവിധ കമ്മീഷനുകൾ നിയോഗിച്ചു. ഷനവാസ് കമ്മിറ്റി നിഗമനം വിമാനാപകടത്തിൽ മരണം. ഖോസ്ല കമ്മീഷൻ വീണ്ടും വിമാന കഥ അംഗീകരിച്ചു. അവസാനമായി മുഖർജി കമ്മീഷൻ. ഇവിടെ വലിയൊരു ട്വിസ്റ്റാണ് അരങ്ങേറിയത്. നിഗമനം വന്നു, വിമാനാപകടത്തിൽ മരണം തെളിയിക്കാൻ മതിയായ തെളിവുകളില്ല. ചരിത്രത്തിലെ വിചിത്ര ചോദ്യങ്ങൾ ഉയർന്നു വന്നു. വിമാനാപകടം യാഥാർത്ഥ്യമായിരുന്നു? അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെത്തിയിരുന്നു? രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു? ചരിത്രത്തിൽ പലരും ചൂണ്ടിക്കാട്ടിയ ചില സംശയങ്ങൾ ഇങ്ങനെയായിരുന്നു: അന്താരാഷ്ട്ര രഹസ്യധാരണകൾ, യുദ്ധാനന്തര രാഷ്ട്രീയ സമ്മർദ്ദം, അധികാര സംഘർഷങ്ങൾ. പലരും ആരോപിച്ചു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങൾ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് രാഷ്ട്രീയത്തിന് അസ്വസ്ഥതയായിരുന്നു. ചർച്ചകളിൽ പലപ്പോഴും ഉയരുന്ന പേര് ജവഹർലാൽ നെഹ്റു. ചരിത്രം ഒരു ഔദ്യോഗിക കഥ പറയുന്നു, പക്ഷേ രേഖകൾ, സാക്ഷ്യങ്ങൾ, കമ്മീഷൻ റിപ്പോർട്ടുകൾ അവ മുഴുവനായി ഒത്തുചേരുന്നില്ല. ഒരു നേതാവ്, ഒരു വിപ്ലവകാരി, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതീക്ഷ. അദ്ദേഹം മരിച്ചോ? അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപ്രത്യക്ഷതയായി മാറിയോ? മൃതശരീരമില്ല, അവസാന തെളിവില്ല, പക്ഷേ ചോദ്യങ്ങൾ ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അൺടോൾഡ്. ഇതുപോലുള്ള ചരിത്രത്തിലെ കുഴിച്ചുമൂടപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.